ഡിസംബർ ലോകമെമ്പാടുമുള്ളവർ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ BVM ഹോളി ക്രോസ് കോളേജും BM TVയും ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിസ്തുമസ് രാവ് 2025 കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുക്കുവാനും അത് ആസ്വദിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ഈ ക്രിസ്മസ് 2025 സ്വാഗതമർപ്പിച്ച് സംസാരിക്കുന്നതിനായി BVM കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡോക്ടർ ബേബി സെബാസ്റ്റ്യൻ അച്ഛനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട ജോർജ് അമ്പഴത്തിങ്കലച്ഛൻ, BM TVയുടെ മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ്, ബഹുമാന്യരായ അതിഥികളെ, മത്സരത്തിൽ പങ്കുചേരാനായിട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസ മുൻകൂട്ടി തന്നെ നേരുകയാണ്. ചെർപ്പങ്കലുള്ള BVM ഹോളി ക്രോസ് കോളേജും പാലായിലുള്ള BM TVയും ഒന്ന് ചേർന്ന് നടത്തുന്ന ഒരു മത്സരമാണിത്. ഒരു സാമൂഹികമായ താല്പര്യത്തിൻ്റെ പേരിലും ക്രിസ്മസിനോടുള്ള താല്പര്യത്തിൻ്റെ പേരിലുമൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈകോർത്ത ഈ പ്രോഗ്രാം ഈ ടൗണിൽ വെച്ച് നടത്തുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇന്നത്തെ ഈ കരോൾ ഗാന മത്സരം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തും ദീർഘകാലം വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പലുമായിരുന്ന ബഹുമാന്യനായ റവറൻഡ് ഡോക്ടർ ജോർജ് അമ്പഴത്തിങ്കലാണ്. ഇപ്പോൾ അച്ഛൻ ഇളന്തോട്ടം പള്ളി വികാരിയാണ്. അച്ഛന് BVM കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. കോളേജിനോട് വലിയ മമത ഇന്നും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു. അച്ഛൻ ഈ സായാഹ്നത്തിൽ എത്തിച്ചേർന്ന് ഈ കരോൾ ഗാന മത്സരം ഉദ്ഘാടനം ചെയ്യുവാൻ സമ്മതിച്ചതിന് ഞങ്ങൾക്ക് ഏവർക്കും ഏറെ നന്ദിയുണ്ട്. അച്ഛനെ ഈ സായം സന്ധ്യയിൽ മനോഹരമായ ഈ കരോൾ ഗാന വിരുന്നിലേക്ക്, അത് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് അച്ഛനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. BM കോളേജിനോട് ചേർന്ന് ഈ പ്രോഗ്രാം നടത്തുവാനായിട്ട് ആദ്യത്തെ ഒരു തീരുമാനമെടുത്ത് എന്നെ സമീപിച്ചത് പ്രിയപ്പെട്ട പ്രിൻസാണ്. ഞങ്ങൾ ദീർഘകാലം സഹപ്രവർത്തകരായിരുന്നു അരുവിത്രയിലും ചെർപ്പുങ്ക കോളേജിലും. അപ്പോൾ പ്രിൻസിൻ്റെ ഉറ്റമായ ഒരു പിന്തുണ ഇതിൻ്റെ പിറകിലുണ്ട്. പ്രിൻസിനെ സ്വാഗതം ആശംസിക്കേണ്ട കാര്യമില്ല, എങ്കിലും പ്രമുഖ സംഘാടകൻ എന്ന നിലയിൽ ഈ വിരുന്നിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രിയപ്പെട്ട ജഡ്ജസായി വന്നിട്ടുള്ളത് ബഹുമാന്യനായ ജോസ് തറപ്പേലച്ചനും ടിജോ സേവ്യർ സാറുമാണ്. രണ്ടുപേരും ഈ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. ഈശോയ്ക്ക് എന്തൊരു സ്നേഹം എന്നൊക്കെയുള്ള ഗാനങ്ങളൊക്കെ എഴുതി അനേകം ആളുകളുടെ ഇടയിൽ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ജോസ് കുട്ടി അച്ഛനെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാലാ പ്രദേശത്ത് ഏറ്റവും നല്ല സംഗീതജ്ഞനാണ് ടിജോ സേവ്യർ സാർ. നമുക്കെല്ലാവർക്കും അറിയാം. സാറിനെയും ഈ സായം സന്ധ്യയിൽ ഇതിനെ വിധികർത്താവാകാനായിട്ട് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. BVM ഹോളി ക്രോസ് കോളേജിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാന്യരായ അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഏവരെയും സഹർഷം ഞാൻ ഈ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സവിശേഷമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള മത്സരത്തിൽ പങ്കുചേരാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. ഷാജി സാറിനെ പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു. ചെർപ്പങ്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള എബിഎച്ചിനെ പ്രത്യേകം ഓർമ്മിക്കുന്നു. തീക്കോയി പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള അസിസ്റ്റന്റ് വികാരി വാഴയലച്ചനെ പ്രത്യേകം ഓർമ്മിക്കുന്നു. അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള സംഗീതജ്ഞരായ കരോൾ ഗാന മത്സരത്തിൽ പങ്കുചേരാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇത് ആസ്വദിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള സകല നാട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് അമ്പഴത്തച്ഛനെ സഹർഷം ക്ഷണിക്കും. പ്രിയപ്പെട്ട ബേബി അച്ഛൻ, പ്രിയപ്പെട്ട പ്രിൻസ്, സംഗീത ആസ്വാദകരെ, പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, നിങ്ങൾക്കേവർക്കും ഈ സായാഹ്നത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുന്നു. നക്ഷത്ര തിളക്കത്തിൻ്റെ രാവുകളിൽ പാലക്കാർക്ക് ഇരട്ടി മധുരമായിട്ടാണ് ജൂബിലി തിരുനാളും ജൂബിലി കപ്പേളയും എല്ലാം ഉള്ളത്. അതിനോട് ചേർന്ന് ക്രിസ്മസ് രാവിൻ്റെ തുടക്കമായിട്ടാണ്
ഇവിടെ ഈ ക്രിസ്മസ് രാവ് എന്ന സംഗീത പരിപാടി, കരോൾ ഗാന മത്സരം ഇവിടെ നടത്തപ്പെടുന്നത്. ഇതൊരു നല്ല തുടക്കമാണ്. വിഭാഗീയതകളും വർഗീയതകളും ഒക്കെ സമൂഹത്തിൽ പിടിമുറുക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് പൊതു ഇടങ്ങളാണ്. ആ പൊതു ഇടം എന്നുള്ള മൂല്യത്തെ തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു നല്ല ശ്രമമാണ് ഇവിടെ ഈ നഗരമധ്യത്തിൽ നടക്കുന്നത്. നമുക്ക് തിരുനാളുകൾക്കും ഉത്സവങ്ങൾക്കുമെല്ലാം ഒരു സാംസ്കാരിക മൂല്യമുണ്ട്. കേരളത്തിൻ്റെ പൊതു പാരമ്പര്യവും പൈതൃകവും അതുതന്നെയാണ്. ഈ സാംസ്കാരിക മൂല്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് സാംസ്കാരിക സമ്മേളനങ്ങളും നാടകങ്ങളും ഒക്കെ ആയിട്ട് ഉത്സവങ്ങളെ നമ്മൾ മാറ്റുന്നത്. ആരാധനയോടൊപ്പം സമൂഹത്തിൻ്റെ ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏവർക്കും സംഗമിക്കാവുന്ന ഒരിടമായിട്ട് നമ്മുടെ എല്ലാ ഉത്സവങ്ങളെയും കേരള സമൂഹം പൊതുവായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെയൊരു രാവിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇതിൻ്റെ സംഘാടകർക്ക് ബേബിച്ചനും പ്രിൻസിനുമൊക്കെ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മുന്നോട്ട് പാലായുടെ ജൂബിലി തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് ഈ ക്രിസ്മസ് രാവ് മാറും എന്നുള്ളതിന് സംശയമില്ല. പ്രത്യേകിച്ച് ഹോളി നൈറ്റ് പോലെയുള്ള പരിപാടികൾ ഇല്ലാതിരിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും ഇത് ഏറെ ഉപകരിക്കുന്നു. ഇതിലേക്ക് വന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ പുണ്യ രാവുകൾ നിങ്ങൾക്ക് രാവിൻ്റെ തുടക്കത്തിന് നിങ്ങൾക്ക് ഏവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും നല്ല ഒരു സംഗീത വിരുന്ന് ആസ്വദിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ ഈ സംഗീത വിരുന്ന് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്മയും ദയയും നിറഞ്ഞ ജീവിതത്തിന് ആഹ്വാനം ചെയ്ത് സംസാരിച്ച ഡോക്ടർ ഫാദർ ജോർജ് അമ്പഴത്തിങ്കൽ അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി BMTV MD പ്രിൻസ് ചേട്ടനെ ഏറെ സ്നേഹപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. BMTV പാലായിൽ ആരംഭിച്ചിട്ട് 7 വർഷം ആവുകയാണ്. അപ്പം ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ എനിക്കുള്ളൊരാഗ്രഹമായിരുന്നു പാലായിലെ പൊതുജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചാനലായി മാറണം. പാലായിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഒരു മുദ്ര പതിപ്പിക്കാൻ കഴിയണമെന്ന ഒരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്നോട് ആദ്യം എന്നെ കൈപിടിച്ച് സഹായിച്ചത് തോണിക്കുഴി അച്ഛനാണ്. ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജാണ്. അപ്പോൾ ഞാൻ അച്ഛനോടും എന്നും കടപ്പെട്ടിരിക്കുന്നു. പാലായിലെ നാട്ടുകാരോടും ഈ ഞാൻ ആദ്യമായി മുൻകൈ എടുത്ത് സംഘടിപ്പിച്ച ഈ ക്രിസ്മസ് രാവ് 2025 ഇവിടെ വന്ന് സഹകരിച്ച എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് മനോഹരമായ ഒരു ക്രിസ്മസ് സന്ധ്യ അല്പം നേരത്തെയാണെങ്കിലും ഇവിടെ ആസ്വദിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. താങ്ക് യു. അവരോട് ചൊല്ലി സ്വർഗീയ രാജൻ ഭൂജാതനായി നിങ്ങൾക്കായി ബേത്ലഹേം പുരിയിൽ യേശു മിശിഹാ രാജൻ സ്വർഗം തുറന്നു സ്വപ്നം വീടുന്നു സ്വർഗീയ മഹിമകൾ വിടിഞ്ഞു. കാന്തിയോട് അഴക് ചാത്തി വന്നു രചനയുടെ താരമേ ലോകപാപമെല്ലാം തോടിയേറ്റിടാൻ എളിമയോടെ ചാതനായ മനിത സ്നേഹമേ
മണ്ണിൽ മന്ന പെയ്തുവല്ലോ ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ദൂരെ വാതിൽ താരകങ്ങൾ പൂത്തരാവിൽ വേദനേ മണ്ണിലായി പിറന്നു വീണു ലോകരക്ഷകൻ. ദൈവപുത്രൻ മണ്ണിൽ വന്ന രാവ് മർത്യരക്ഷ ഏകിടാനായി വചനമിന്നവതരിച്ച രാവ് എന്നെയും നിന്നെയും സ്വന്തമാക്കി തീർക്കണം രാജരാജൻ പിറന്ന രാവ് എന്നെയും നിന്നെയും സ്വന്തമാക്കി തീർക്കണം രാജരാജൻ പിറന്ന രാവ്. രാവിൽ ദൂരെ വാതിൽ താരകങ്ങൾ പൂത്തരാവിൽ വേദനേ മണ്ണിലായി പിറന്നു വീണു ലോകരക്ഷകൻ. ജീവിത താരകൾ മങ്ങിടുന്നു കരകടന്നു തിരകൾ മീതയായി കരം പിടിച്ചൊരു തണലിലാക്കുവൻ പാരിതിൽ നായകനായി ഈ രാവിൽ പൂജാതനാ സ്വർഗതാരം മാനവനാ. കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദൈവകുമാരനെ വാഴ്ത്താം. അണയും നിതാ കാഴ്ചയുമാ BVM കോളേജും BMTVയും കൂടി ഒന്നിച്ചു നടത്തിയ ക്രിസ്മസ് രാവ് 2025 ഇവാലുവേഷനും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഫാദർ ജോസ് തറപ്പേലച്ചനെ ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. BVM കോളേജിൻ്റെ പ്രിൻസിപ്പള് സ്നേഹമുള്ള ബേബിച്ച, സ്നേഹമുള്ള പ്രിൻസ്, ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ മത്സരത്തിൽ പങ്കെടുത്ത സ്നേഹമുള്ള കലാകാരന്മാരെ, കലാകാരികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഞാൻ മത്സരത്തിൻ്റെ റിസൾട്ട് പറയുന്നില്ല. റിസൾട്ട് ബഹുമാനപ്പെട്ട ബേബിച്ചൻ പറയും. പാട്ടുകൾ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ടിജോയും ഞാനും കൂടെ ഒന്ന് അസസ് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു മിനിറ്റ് നിൽക്കുന്നതാണ്. BVM കോളേജിൻ്റെയും അതുപോലെ തന്നെ BMTVയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ പ്രോഗ്രാം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. വളരെയധികം നല്ല രീതിയിൽ ഇവരെ അഭിനന്ദിക്കുന്നു, ഇതിൽ പങ്കെടുത്തവരെ അഭിനന്ദിക്കുന്നു. ഒരു മത്സരത്തിൻ്റെ രീതിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മത്സരത്തിന് യോഗ്യമായ പാട്ടെടുക്കണം. രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം.
നിങ്ങൾ പാട്ട് പാടുന്നതൊക്കെ പലരുടെയും ഔട്ടായി, ശ്രുതി ഔട്ടായി. നല്ല പാട്ടെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, കൃത്യമായിട്ട് അത് പാടി ഫലിപ്പിക്കണം. പിന്നെ ചിലരൊക്കെ ടീമിൽ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ആളെ കയറ്റിയിട്ട് എല്ലാവരും പാടുന്നില്ല. നമുക്കറിയാം ആരൊക്കെ പാടുന്ന പാടാത്തതെന്നൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നുണ്ട്. അപ്പം മത്സരത്തിന് പോകുമ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല. എല്ലാവരും നന്നായിട്ട് ബോൾഡായിട്ട് പാടും. അപ്പോൾ അതുകൊണ്ട് ആരൊക്കെയാണ് പാടിയത്, എങ്ങനെയാണ് പാടിയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ട് പാട്ടിൻ്റെ സെലക്ഷൻ, പ്രാക്ടീസ്, ശ്രുതി ചേർത്ത് നന്നായിട്ട്, പ്രത്യേകിച്ച് പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പാടിപ്പോകരുത്. അവിടെ പാട്ടിൻ്റെ ഭംഗി മുഴുവൻ പോകും, മാർക്ക് നഷ്ടപ്പെടും. അവിടെ തന്നെ പാട്ട് ആരംഭിക്കുന്നത്, തുടങ്ങുന്നതെല്ലാം ബോൾഡായിട്ട് തുടങ്ങണം. പല്ലവിയിലും അനുപല്ലവിയിലും ചരണത്തിലും എല്ലാം. എൻഡ് ചെയ്യുന്നത് ശ്രുതിയിൽ ഒരുമിച്ച് നിർത്തണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മൊത്തത്തിൽ ശ്രദ്ധിക്കണം. നല്ല ഒരു നിലവാരം ഇവിടെ ഞങ്ങളിട്ട് മാർക്കിട്ടപ്പോൾ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ എല്ലാവരെയും അനുമോദിക്കുകയാണ്. മാർക്കുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. തേർഡിൻ്റെ കാര്യത്തിൽ ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു സന്ദേഹം ഉണ്ടാകുന്ന രീതിയിൽ കട്ടക്കട്ടയാണ് നിന്നത്. പക്ഷേ ഞങ്ങൾ ഒരാളെ തേർഡിലേക്ക് സെലക്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബേബിച്ചൻ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് കൂടുതൽ പാർട്ടിസിപ്പൻസോടെ ഇതിവിടെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോസച്ച, താങ്ക് യു ടീച്ചർ സാറേ. ഞാൻ സമ്മാനം ആർക്കൊക്കെയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 6 ടീമും നല്ല മത്സരം കാഴ്ചവെച്ചു എന്നാണ് ജോസച്ചൻ പറഞ്ഞത്. ഒപ്പത്തിനൊപ്പമായ മത്സരമാണ്. 3ാം സമ്മാനത്തേക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് വിഷമിച്ചു എന്നാണ് പറഞ്ഞത്. 3ാം സമ്മാനത്തിന് അർഹമായ ടീം മിനി ജോസ് ആൻഡ് ടീം രാമപുരം. സമ്മാനം കൊടുക്കുന്നതിനായി ഡോക്ടർ ജോർജ് കുട്ടിയെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനം വാങ്ങാൻ ടീം എത്തിച്ചേരുക. മിനി ജോസ് ആൻഡ് ടീം രാമപുരം സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് അവരെത്തിച്ചേരുക. രണ്ടാം സമ്മാനത്തിന് അർഹമായ ടീം സെൻറ് മേരീസ് ചർച്ച് തീക്കോയി. സമ്മാനം ഏറ്റുവാങ്ങാൻ ടീം അംഗങ്ങളെ ക്ഷണിക്കും. സമ്മാനം നൽകുന്നതിനായി ഫാദർ എബി തടിക്കലിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിനായി സെൻറ് മേരീസ് ചർച്ച് തീക്കോയിനെയും ക്ഷണിക്കുന്നു. എബിഎച്ച്എൻ ചേർപ്പങ്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുറിയാനി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അച്ഛനെ സമ്മാനം നൽകാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഒന്നാം സമ്മാനത്തിന് അർഹമായ ടീം ജോയൽ ആൻഡ് ടീം മലയാറ്റൂർ. സമ്മാനം സ്വീകരിക്കുന്നതിനായി ജോയൽ ആൻഡ് ടീം മലയാറ്റൂരിനെയും സമ്മാനം നൽകുന്നതിനായി ഫാദർ ജോസ് തറപ്പേലിനെയും ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിനായി BMTV MD പ്രിൻസ് ചേട്ടനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഹലോ. ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജും പാലാ BMTVയും സംയുക്തമായി സംഘടിപ്പിച്ച ക്രിസ്മസ് രാവ് 2025 ഞങ്ങൾ പ്രതീക്ഷിച്ചതിലുമപ്പുറം വിജയകരമാക്കി തന്ന ഈ നാട്ടുകാർക്കും സഹൃദരായ മറ്റ് വ്യക്തികൾക്കും ഇതോടൊപ്പം സഹകരിച്ച എല്ലാ സുമനസ്സുകൾക്കും ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ബേത്ലഹേമിലെ ഉമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ധനുമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ ധനുമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണി